നെക്സ്റ്റ് ടോപ്പിക് സിമിലർ മെട്രിസസ്. ഇപ്പോൾ രണ്ട് മെട്രിസസ് ഉണ്ട്, എയും ബിയും. ലെറ്റ് എ ആൻഡ് ബി ബി n by n സ്ക്വയർ മെട്രിസസ് ഓവർ ദ ഫീൽഡ് എഫ്. വി സേ ദാറ്റ് ബി ഈസ് സിമിലർ ടു എ ഇഫ് there exists an invertible n by n matrix P such that B equal to P inverse A P. എയും ബിയും സിമിലർ ആവണമെങ്കിൽ അല്ലെങ്കിൽ ബി എയോട് സിമിലർ ആവണമെങ്കിൽ ഒരു ഇൻവെർട്ടിബിൾ മെട്രിക്സ് പി ഉണ്ടാകണം സച്ച് ദാറ്റ് ബി ഈക്വൽ ടു പി ഇൻവേഴ്സ് എ പി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ സിമിലാരിറ്റി എന്ന് പറയുന്ന ഈ പ്രോപ്പർട്ടി ഒരു ഇക്വാലൻസ് റിലേഷൻ ആണ്. അതായത് ഇക്വാലൻസ് റിലേഷൻ ആവണമെങ്കിൽ ഏതൊക്കെ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം? അത് റിഫ്ലെക്സീവ് ആവണം, സിമെട്രിക് ആവണം, ട്രാൻസിറ്റീവ് ആവണം. അതാണ് അടുത്ത തിയറം പറയുന്നത്. അടുത്ത റിസൾട്ട് പറയുന്നത് സിമിലാരിറ്റി ഈസ് ആൻ ഇക്വാലൻസ് റിലേഷൻ ഓൺ എ സെറ്റ് ഓഫ് n by n മെട്രിസസ് ഓവർ ദ ഫീൽഡ് എഫ്. അപ്പോൾ എങ്ങനെയാണ് റിഫ്ലെക്സിവിറ്റി പ്രൂവ് ചെയ്യണത്? റിഫ്ലെക്സീവ് ആണെന്ന് കാണിക്കാനായിട്ട് എ ഈസ് സിമിലർ ടു ഇറ്റ് സെൽഫ്. എയോട് തന്നെ സിമിലർ ആണ്. കാരണം എനെ നമുക്ക് എങ്ങനെ എഴുതാം? എ ഈക്വൽ ടു ഐ ഇൻവേഴ്സ് എ ഐ. ഐ എന്ന് പറയുന്നത് ഒരു ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്, അത് ഇൻവെർട്ടിബിൾ ആണ്. അപ്പോൾ എ ഈക്വൽ ടു ഐ ഇൻവേഴ്സ് എ ഐ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ എ ഈസ് സിമിലർ ടു എ. ഇനി സിമെട്രിക് ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് എന്താ പ്രൂവ് ചെയ്യണ്ടേ? ലെറ്റ് ബി ഈസ് സിമിലർ ടു എ ദെൻ എ ഈസ് സിമിലർ ടു ബി എന്ന് പ്രൂവ് ചെയ്യാം. അപ്പോൾ ബി ഈസ് സിമിലർ ടു എ ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? There exists a invertible matrix P such that B equal to P inverse AP. B equal to P inverse AP ആണെങ്കിൽ എനെ നമുക്ക് എങ്ങനെ എഴുതാം? A equal to P inverse whole inverse into B into P inverse. കാരണം P ഇൻവെർട്ടിബിൾ ആണെങ്കിൽ P ഇൻവേഴ്സും എന്ത് തന്നെയാണ്? ഇൻവെർട്ടിബിൾ ആണ്. ഓക്കെ, അപ്പോൾ എനെ നമുക്ക് എങ്ങനെ എഴുതാം? P ഇൻവേഴ്സ് ഹോൾ ഇൻവേഴ്സ് ഇൻറ്റു ബി ഇൻറ്റു പി ഇൻവേഴ്സ് എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എ ഈസ് സിമിലർ ടു ബി എന്ന് എഴുതാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തത് ട്രാൻസിറ്റിവിറ്റി. ട്രാൻസിറ്റീവ് ആണെന്ന് എങ്ങനെ പ്രൂവ് ചെയ്യാം? അപ്പോൾ എ ബിയോട് സിമിലർ ആണ്, ബി സിയോട് സിമിലർ ആണെങ്കിൽ എ സിയോട് സിമിലർ ആണ്. അങ്ങനെയാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എടുക്കുന്നത് ഇവിടെ ബി ഈസ് സിമിലർ ടു എ ആൻഡ് സി ഈസ് സിമിലർ ടു ബി. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് സി ഈസ് സിമിലർ ടു എ എന്ന് പ്രൂവ് ചെയ്യാം. അപ്പോൾ ബി ഈസ് സിമിലർ ടു എ ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ബി ഈക്വൽ ടു പി ഇൻവേഴ്സ് എ പി എന്ന് എഴുതാം. സി ഈസ് സിമിലർ ടു ബി ആണെങ്കിൽ സി ഈക്വൽ ടു ക്യൂ ഇൻവേഴ്സ് ദർ എക്സിസ്റ്റ് എ ഇൻവെർട്ടിബിൾ മെട്രിക്സ് ക്യൂ സച്ച് ദാറ്റ് സി ഈക്വൽ ടു ക്യൂ ഇൻവേഴ്സ് ബി ക്യൂ എന്ന് എഴുതാം. അപ്പോൾ സിനെ നമുക്ക് എങ്ങനെ എഴുതാം? സി ഈക്വൽ ടു ക്യൂ ഇൻവേഴ്സ് ബിക്ക് പകരം നമുക്ക് പി ഇൻവേഴ്സ് എ പി എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം ഇൻറ്റു ക്യൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യൂ ഇൻവേഴ്സ് പി ഇൻവേഴ്സിനെ നമുക്ക് പി ക്യൂ ഹോൾ ഇൻവേഴ്സ് എന്ന് എഴുതാം. പി ക്യൂ ഹോൾ ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻറ്റു പി ക്യൂ എന്ന് എഴുതാം. അപ്പോൾ സി ഈസ് സിമിലർ ടു എ എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് അതൊരു ഇക്വാലൻസ് റിലേഷൻ ആണ് നമുക്ക് പ്രൂവ് ചെയ്ത്. കഴിഞ്ഞ തിയറത്തിൽ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? കോർഡിനേറ്റ് മെട്രിക്സ് ഓഫ് ടി റിലേറ്റീവ് ടു ബി ഡാഷ് ഈക്വൽ ടു പി ഇൻവേഴ്സ് ടി കോർഡിനേറ്റ് മെട്രിക്സ് ഓഫ് ടി റിലേറ്റീവ് ടു ബി ഇൻറ്റു പി എന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? കോർഡിനേറ്റ് മെട്രിക്സ് ഓഫ് ടി റിലേറ്റീവ് ടു ബിയും കോർഡിനേറ്റ് മെട്രിക്സ് ഓഫ് ടി റിലേറ്റീവ് ടു ബി ഡാഷും എന്താണെന്ന് പറയാം? സിമിലർ ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ദി ഓൺലി മെട്രിക്സ് സിമിലർ ടു ഐഡൻറ്റിറ്റി മെട്രിക്സ് ഐ ഈസ് ഐ ഇറ്റ് സെൽഫ്. ഐഡൻറ്റിറ്റി മെട്രിക്സിനോട് സിമിലർ ആയിട്ടുള്ളത് ഐ തന്നെയാണ്. ദാറ്റ് ഈസ് ഐ ഈക്വൽ ടു പി ഇൻവേഴ്സ് ഐ പി എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ദ ഓൺലി മെട്രിക്സ് സിമിലർ ടു ദ സീറോ മെട്രിക്സ് ഈസ് സീറോ മെട്രിക്സ് ഇറ്റ് സെൽഫ്. അതായത് സീറോ മെട്രിക്സ് ഈക്വൽ ടു പി ഇൻവേഴ്സ് ഇൻറ്റു സീറോ ഇൻറ്റു പി എന്ന് എഴുതാൻ പറ്റും. അടുത്തത് ലീനിയർ ഫങ്ഷണൽസ്. ലെറ്റ് വി ബി എ വെക്റ്റർ സ്പേസ് ഓവർ ദ ഫീൽഡ് എഫ്. എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ സ്മോൾ എഫ് ഫ്രം വി ടു ക്യാപിറ്റൽ എഫ് ഈസ് കോൾഡ് ലീനിയർ ഫങ്ഷണൽസ് ഓൺ വി. അതായത് വിയിൽ നിന്നും വെക്റ്റർ സ്പേസിൽ നിന്നും ഫീൽഡിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ. വെക്റ്റർ സ്പേസിൽ നിന്നും ഫീൽഡിലേക്ക്, വീണ്ടും വെക്റ്റർ സ്പേസിൽ നിന്ന് വെക്റ്റർ സ്പേസിലേക്കാണ് നമ്മൾ സാധാരണ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഡിഫൈൻ ചെയ്യാറ്. ഇവിടെ പറയുന്നത് വിയിൽ നിന്നും ഫീൽഡിലേക്ക്, എഫ് എന്നുള്ള ഫീൽഡിലേക്കുള്ള ലീനിയർ ട്രാൻസ്ഫോർമേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലീനിയർ ഫങ്ഷണൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് എഫ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം വി ഇൻറ്റു ക്യാപിറ്റൽ എഫ് ദെൻ എഫ് ഓഫ് സി ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു, കാരണം ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആയതുകൊണ്ട് എഫ് ഓഫ് സി ആൽഫ പ്ലസ് ബീറ്റേനെ നമുക്ക് എങ്ങനെ എഴുതാം? സി ഇൻറ്റു എഫ് ഓഫ് ആൽഫ പ്ലസ് എഫ് ഓഫ് ബീറ്റ എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ഒരു എക്സാമ്പിൾ നോക്കാം. ലെറ്റ് വി ഈക്വൽ ടു എഫ് റൈസ് ടു എൻ അല്ലെങ്കിൽ എഫ് എൻ. ഓക്കെ, എഫ് എൻ ആൻഡ് എഫ് ഈസ് ഫ്രം വി ടു എഫ്. ദെൻ ഡിഫൈൻ, നമ്മൾ എഫിനെ ഡിഫൈൻ ചെയ്യാണ്, ഒരു എൻറ്റപ്പിളിൽ നിന്നാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ എഫ് ഓഫ് എക്സ് വൺ എക്സ് ടു എക്സിട്ര എക്സ് എൻ, വിയിൽ ഒരു എലമെൻ്റ് ആണ് എക്സ് വൺ എക്സ് ടു എക്സിട്ര എക്സ് എൻ ഈക്വൽ ടു ഫീൽഡിൽ ഒരു എലമെൻറ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് a1 x1 plus a2 x2 plus etc an xn, where a1 a2 etc
ബി സ്കേലാസ് ഇൻ എഫ്. അങ്ങനെയാണെങ്കിൽ എഫ് ഈസ് എ ലീനിയർ ഫങ്ഷണൽ ഓൺ എഫ് എൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് ഇറ്റ് ഈസ് ദ ലീനിയർ ഫങ്ഷണൽ വിച്ച് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ മെട്രിക്സ് A1 A2 എക്സെട്ര AN റിലേറ്റീവ് ടു ദ സ്റ്റാൻഡേർഡ് ബേസിസ് FN എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇവിടെ എഫിൻ്റെ ബേസിസ് എന്ന് പറയുന്നത് 1 ആണ്. എഫിലെ എലമെൻറ്റ്സ് എല്ലാം സ്കേലാസ് ആണ്. അതുകൊണ്ട് എഫിൻ്റെ ബേസിസ് എന്ന് പറയുന്നത് എന്താണ് വരിക? 1 ആണ്. ഓക്കെ. അപ്പോൾ ഇവിടെ എ ജെ എന്നുള്ള നമ്മൾ പറഞ്ഞു മെട്രിക്സിലെ ഓരോ എലമെൻറ്റിനെയും എ ജെനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? എഫ് ഓഫ് ഇ ജെ എന്ന് പറയുന്നത് എന്താ? സ്റ്റാൻഡേർഡ് ബേസിസ് ആണ്. ഓക്കെ. എഫ് ഓഫ് ഇ ജെ. അപ്പോൾ എൻ ടോപ്പിൾ ആകുമ്പോൾ എങ്ങനെയാണ് സ്റ്റാൻഡേർഡ് ബേസിസ് ഉണ്ടാവുക? 1,0,0,0. രണ്ടാമത്തെ എലമെൻറ്റ് 0, 1, 0, 0, 0 എക്സെട്ര. nth എലമെൻറ്റ് 0, 0, 0. ലാസ്റ്റ് എലമെൻറ്റ് n ആയിട്ട് വരും. ഓക്കെ. അപ്പോൾ എഫ് ഓഫ് x1 x2 എക്സെട്ര x എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക? എഫ് ഓഫ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? തുടക്കത്തിൽ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് A1 x1 പ്ലസ് A2 x2 പ്ലസ് എക്സെട്ര. അപ്പോൾ എഫ് ഓഫ് x1 x2 എക്സെട്ര xn നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? എഫ് ഓഫ് സിഗ്മ എക്സ് ജെ ഇ ജെ എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. കാരണം എ ജെനെ നമ്മൾ എങ്ങനെയാണ് എഴുതിയത്? എഫ് ഓഫ് ഇ ജെ എന്നാണ് എഴുതിയത്. ഓക്കെ. എ ജെനെ നമ്മൾ എങ്ങനെയാണ് എഴുതിയത്? എഫ് ഓഫ് ഇ ജെ. ഓക്കെ. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നമുക്ക് ഒന്നും കൂടി ക്ലിയർ ആക്കി വേണമെങ്കിൽ എഴുതാം. ഇതാണ് എഫ് ഓഫ് x1 ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇതിൽ ഓരോ A1നും പകരം നമുക്ക് ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. അപ്പോൾ എങ്ങനെയാണ് വരിക? ആദ്യത്തെ എലമെൻറ്റ് എഫ് ഓഫ് E1 അങ്ങനെ വരും. ഓക്കെ. ആദ്യത്തെ എലമെൻറ്റ് എഫ് ഓഫ് E1, A1ന് പകരം എഫ് ഓഫ് E1 ഇൻറ്റു x1 പ്ലസ് രണ്ടാമത്തെ എലമെൻറ്റ് എന്ത് വരും? എഫ് ഓഫ് E2 ഇൻറ്റു x2 പ്ലസ് എക്സെട്ര. ലാസ്റ്റ് എലമെൻറ്റ് എഫ് ഓഫ് En ഇൻറ്റു xn. ഓക്കെ. അതുകൊണ്ടാണ് അതിനെ നമ്മൾ എങ്ങനെ എഴുതിയത്? സിഗ്മ ഓവർ ജെ അല്ല എഫ് ഓഫ് സിഗ്മ ഓവർ ജെ എക്സ് ജെ ഇ ജെ. കാരണം എഫ് ലീനിയർ ആയതുകൊണ്ട് എഫിനെ നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. അതുകൊണ്ടാണ് എഫ് ഓഫ് സിഗ്മ എക്സ് ജെ ഇ ജെ എന്ന് എഴുതിയത്. ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് ജെ ഇൻറ്റു എഫ് ഓഫ് ഇ ജെ എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ എ ജെ എക്സ് ജെ. ഓക്കെ. അപ്പോൾ ഇത്രയും ഉദ്ദേശിച്ചിട്ടുള്ളൂ. എഫ് എന്ന് പറയുന്നത് എഫ് ഓഫ് x1 x2 എക്സെട്ര xn എന്ന് പറയുന്നത് A1 x1 പ്ലസ് A2 x2 പ്ലസ് എക്സെട്ര AN xn എന്ന് ഡിഫൈൻ ചെയ്താൽ അത് ഒരു ലീനിയർ ഫങ്ഷണൽ ആണ്. അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ. അടുത്ത എക്സാമ്പിൾ എ ബി എൻ n by n മെട്രിക്സ് വിത്ത് എൻട്രീസ് ഇൻ എഫ്. ലെറ്റ് വി ഈക്വൽ ടു എഫ് n by n. എഫ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം വി ടു എഫ്. ദറ്റ് ഈസ് എഫ് n by n ടു എഫ്. ദെൻ എഫ് ഡിഫൈൻ ചെയ്തിട്ടുള്ള ഫംഗ്ഷൻ ട്രേസ് എ എന്നാണ്. ട്രേസ് എ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? ഡയഗണൽ എലമെൻസിൻ്റെ സമ്മിനെയാണ് നമ്മൾ ട്രേസ് എന്ന് പറയുക. അതായത് ഒരു മെട്രിക്സിലെ ഡയഗണൽ എലമെൻസിൻ്റെ സമ്മിനെയാണ് ട്രേസ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രേസ് ഓഫ് എ ആണ് എഫ് എന്നുള്ള ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ട്രേസ് എനെ നമുക്ക് എങ്ങനെ എഴുതാം? ഡയഗണൽ എലമെൻറ്റ്സ് A11 പ്ലസ് A22 പ്ലസ് എക്സെട്ര ANN എന്ന് എഴുതാം. അപ്പോൾ ട്രേസ് ഓഫ് സി എ പ്ലസ് ബി എങ്ങനെ എഴുതാം? ട്രേസ് ഓഫ് സി എ പ്ലസ് ബി ഈക്വൽ ടു സിഗ്മ സം ഓഫ് സിഗ്മ സി എ ഐ ഐ പ്ലസ് ബി ഐ ഐ. സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? സി ഇൻറ്റു സിഗ്മ എ ഐ ഐ പ്ലസ് സിഗ്മ ബി ഐ ഐ. ദറ്റ് ഈസ് സി ഇൻറ്റു ട്രേസ് ഓഫ് എ പ്ലസ് ട്രേസ് ഓഫ് ബി. ദറ്റ് ഈസ് അത് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ അത് ലീനിയർ ഫങ്ഷണലാണ്. അതുപോലെ അടുത്ത എക്സാമ്പിൾ ലെറ്റ് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി be an interval on the real line and let CAB be the space of continuous real valued functions on AB. CAB എന്ന് പറയുന്നത് എന്താണ്? കണ്ടിന്യൂസ് സ്പേസ് ഓഫ് കണ്ടിന്യൂസ് റിയൽ വാല്യൂഡ് ഫങ്ഷൻസ് ഓൺ AB. ആൻഡ് ലെറ്റ് L of G equal to integral G of T dt. അങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഡിഫൈൻ എൻ ലീനിയർ ഫങ്ഷണൽ L on CAB. കാരണം എന്താ? L of CF plus G equal to integral A to B CF plus G dt എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് ഈക്വൽ ടു സി ഇൻറ്റു നമുക്ക് എങ്ങനെ എഴുതാം? സി ഇൻറ്റു ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് ടി ഡി ടി പ്ലസ് ഇൻ്റഗ്രൽ ജി ഓഫ് ടി ഡി ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു സി ഇൻറ്റു എൽ ഓഫ് എഫ് പ്ലസ് എൽ ഓഫ് ജി എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ. ഇനി പറയുന്നത് വി എന്ന് പറയുന്നത് ഒരു വെക്റ്റർ സ്പേസ് ആണ്. ലെറ്റ് വി ഈസ് എ വെക്റ്റർ സ്പേസ്. ദ കളക്ഷൻ ഓഫ് ഓൾ ലീനിയർ ഫങ്ഷണൽസ് ഓൺ വി ഫോംസ് എ വെക്റ്റർ സ്പേസ്. ദറ്റ് ഈസ് ദ സ്പേസ് എൽ വി എഫ്. എന്താണ് എൽ വി എഫ് എന്ന് പറയുന്നത്? നമ്മൾ നേരത്തെ എൽ വി ഡബ്ല്യു ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു എൽ വി ഡബ്ല്യു? വിയിൽ നിന്ന് ഡബ്ല്യുയിലേക്കുള്ള എല്ലാ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ്റെയും കളക്ഷനെയാണ് നമ്മൾ എന്തെടുത്തത്? എൽ വി ഡബ്ല്യു എന്നെടുത്തത്. അപ്പോൾ ഇവിടെ എൽ വി എഫ് എന്ന് പറഞ്ഞാൽ എന്താ? വിയിൽ നിന്ന് എഫിലേക്കുള്ള എല്ലാ ലീനിയർ ട്രാൻസ്ഫോർമേഷൻസിൻ്റെയും കളക്ഷൻസ്. വിയിൽ നിന്ന് എഫിലേക്കുള്ള എല്ലാ ലീനിയർ ട്രാൻസ്ഫോർമേഷനെയും എന്ത് വിളിക്കും എന്നാണ് പറഞ്ഞത്? ലീനിയർ ഫങ്ഷണൽ എന്ന് വിളിക്കും. ഓക്കെ. അപ്പോൾ വി എന്ന് പറയുന്ന ഒരു വെക്റ്റർ സ്പേസ് ആണ്. ദ കളക്ഷൻ ഓഫ് ഓൾ ലീനിയർ ഫങ്ഷണൽസ് ഫ്രം വി ടു എഫ്.
ദാറ്റ് ഫോംസ് എ വെക്ടർ സ്പേസ്. അത് വീണ്ടും ഒരു വെക്ടർ സ്പേസ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ദ സ്പേസ് ഈസ് ഡിനോട്ടഡ് ബൈ എൽ വി. എഫിനെ നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? വി സ്റ്റാർ എന്ന് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, അതിന് ഒരു പേര് പറയും ഡ്യുവൽ സ്പേസ് ഓഫ് വി എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ 3 പേരുകളാണ്. എൽ വി എഫ് എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് ഓൾ ലീനിയർ ഫങ്ഷണൽസ്, അതിനെ എൽ വി എഫ് എന്ന് വിളിക്കാം. അതല്ലെങ്കിൽ വി സ്റ്റാർ എന്ന് ഡിനോട്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഡ്യുവൽ സ്പേസ് ഓഫ് വി എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ വി സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്താണ്? വി സ്റ്റാർ ഈക്വൽ ടു എൽ വി എഫ്. ഇപ്പോൾ ഡയമെൻഷൻ ഓഫ് എൽ വി എഫ് എങ്ങനെയാണ്? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഡയമെൻഷൻ ഓഫ് എൽ വി ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ഡയമെൻഷൻ ഓഫ് വി ഇൻറ്റു ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു ആണ്. അപ്പോൾ ഇവിടെ ഡയമെൻഷൻ ഓഫ് എൽ വി എഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഡയമെൻഷൻ ഓഫ് വി ഇൻറ്റു ഡയമെൻഷൻ ഓഫ് എഫ്. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഒരു എൻ ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ആണെങ്കിൽ ഡയമെൻഷൻ ഓഫ് വി എൻ ആയിരിക്കും. ഡയമെൻഷൻ ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ ബേസിസ് 1 ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ എന്താ വരിക? 1 തന്നെയാണ് വരിക. അപ്പോൾ എൻ ഇൻറ്റു 1 ദാറ്റ് ഈസ് ഈക്വൽ ടു എൻ. അപ്പോൾ എൽ വി എഫിൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എൻ ആണ്. ഇപ്പോൾ വി സ്റ്റാറിൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് വരിക? എൻ തന്നെയാണ്. അതായത് വിയുടെ ഡയമെൻഷനും വി സ്റ്റാറിൻ്റെ, അതായത് ഡ്യുവൽ സ്പേസിൻ്റെ ഡയമെൻഷനും എന്താണ്? സെയിം ആണ്. ഡയമെൻഷൻ ഓഫ് വി സ്റ്റാർ ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് വി. അടുത്ത നമുക്കൊരു തിയറാണ്. Let V be a finite dimensional vector space over the field F, and let B equal to alpha 1, alpha 2, etc. alpha n be a basis for V. Then there is a unique dual basis B star equal to F1, F2, etc. Fn for V star such that Fi of alpha j equal to delta ij. For each linear functional on V, we have F equal to sigma f of alpha I into Fi. And for each vector alpha in V, we have alpha equal to sigma fi of alpha into alpha I. ഓക്കെ, അപ്പോൾ ഒരു വി എന്ന് പറയുന്നത് എഫിലേക്കുള്ള ഒരു ലീനിയർ ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ വിയുടെ ഡയമെൻഷൻ എൻ ആണെങ്കിൽ അതിൻ്റെ ബേസിസ് ആൽഫ 1, ആൽഫ 2, എക്സെട്ര ആൽഫ എൻ എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ബി സ്റ്റാർ എന്ന് പറയുന്ന ഒരു ഡ്യുവൽ ബേസിസ് അവിടെ എക്സിസ്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. F1, F2, എക്സെട്ര Fn. ഓക്കെ, അപ്പോൾ അത് കുറച്ച് പ്രോപ്പർട്ടീസൊക്കെ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് അതെന്താണെന്ന് നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ തിയറത്തിൽ തന്നിട്ടുണ്ട് Fi ഓഫ് ആൽഫ ഐ ഈക്വൽ ടു ഡെൽറ്റ ഐ ജെ. എന്താണ് ഡെൽറ്റ ഐ ജെ എന്ന് പറഞ്ഞാൽ? ദറ്റ് ഈസ് ഈക്വൽ ടു 1 വെൻ ഐ ഈക്വൽ ടു ജെ ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു 0 വെൻ ഐ നോട്ട് ഈക്വൽ ടു ജെ. അങ്ങനെയാണ് ഡെൽറ്റ ഐ ജെ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഈ ഫിഗർ കാണിക്കാൻ എന്താ വെച്ചാൽ വിയും വി സ്റ്റാറും രണ്ട് വെക്ടർ സ്പേസുകളാണ്. വിയിലെ എലമെൻറ്റ്സ് ആൽഫ 1, ആൽഫ 2, എക്സെട്ര ആൽഫ എൻ ഫോമിലാണ്. അതാണ് അതിൻ്റെ ബേസിസ് വരുന്നത്. ബി സ്റ്റാറിലെ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ F1, F2, എക്സെട്ര Fn ആണ്. ബി സ്റ്റാർ എന്നുള്ളതാണ് അതിൻ്റെ ബേസിസ്. രണ്ടിൻ്റെയും ഡയമെൻഷൻ സെയിം ആണ് എന്നാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ? ബി സ്റ്റാർ ഈസ് എ ബേസിസ് ഫോർ വി സ്റ്റാർ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി നമ്മളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ്. ലെറ്റ് എഫ് ഇസ് ഈക്വൽ ടു C1 F1 പ്ലസ് C2 F2 പ്ലസ് എക്സെട്ര Cn Fn. കാരണം ഈ ഫംഗ്ഷൻ എവിടെ നിന്ന് എവിടേക്കാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? വിയിൽ നിന്ന് എഫിലേക്കുള്ളൊരു ഫംഗ്ഷനാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ വിയിലെ എലമെൻസിൻ്റെ ഇമേജ് കിടക്കുന്നതൊക്കെ എവിടെയാണ്? എഫിലാണ്. അപ്പോൾ എഫിലെ എലമെൻസിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക? അതിൻ്റെ ബേസിസിൻ്റെ ഫോമിലാണ് എക്സ്പ്രസ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്? എഫ് ഇസ് ഈക്വൽ ടു C1 F1 പ്ലസ് C2 F2 പ്ലസ് എക്സെട്ര Cn Fn എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, എഫ് ഇതാണെങ്കിൽ എഫ് ഓഫ് ആൽഫ ഐ എന്താ വരിക? റൈറ്റ് സൈഡ് എന്തായിരുന്നു? C1 F1 പ്ലസ് C2 F2 പ്ലസ് എക്സെട്ര Cn Fn ഓഫ് ആൽഫ ഐ. ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോൾ സമേഷൻ്റെ നൊട്ടേഷനിൽ എഴുതുമ്പോൾ എന്ത് വരും? സിഗ്മ CI ഇൻറ്റു Fi ഓഫ് ആൽഫ ഐ. ദാറ്റ് ഈസ് ഈക്വൽ ടു, നമ്മൾ തൊട്ട് മുമ്പ് എഴുതിയിട്ടുണ്ട് Fi ഓഫ് ആൽഫ ഐ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ഐ ജെ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ CI ഇൻറ്റു ഡെൽറ്റ ഐ ജെ. ഇനി ഡെൽറ്റ ഐ ജെയുടെ വാല്യൂ ഒരിക്കലേ 1 ആവുള്ളൂ, ബാക്കി എല്ലായ്പ്പോഴും 0 ആയിരിക്കും. എപ്പോഴാണ് 1 ആവുക? ഐയും ജെയും എപ്പോഴാണോ ഈക്വൽ ആകുന്നത് അപ്പോൾ മാത്രമാണ് ഡെൽറ്റ ഐ ജെയുടെ വാല്യൂ 1 ആവുന്നത്. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്താ വരിക? ഐ എന്നുള്ള കേസിൽ മാത്രമേ അത് 1 ആവുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? CI എന്ന് എഴുതാം. CI, അതായത് ഐയും ജെയും ഐ എന്നാവുമ്പോൾ ഡെൽറ്റ ഐ ജെയുടെ വാല്യൂ 1 വരുന്നു. ബാക്കിയുള്ള കേസിലെല്ലാം 0 ആണ്. അപ്പോൾ ഈ സമേഷനിൽ ഒരു എലമെൻറ്റ് മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ, ഐത്ത് കേസ് മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു CI. അപ്പോൾ നമുക്കിപ്പോൾ എന്താ കിട്ടിയത്? എഫ് ഓഫ് ആൽഫ ഐ ഈക്വൽ ടു CI എന്ന് നമുക്ക് കിട്ടി. ഇനി എഫ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണമെങ്കിൽ എഫ് ഒരു നോൺ സീറോ അല്ല, എഫ് ഈസ് എ സീറോ ഫങ്ഷണൽ ആണെങ്കിൽ CI എന്ന് പറയുന്നത് 0 ആയിരിക്കും. കാരണം എഫ് ഓഫ് ആൽഫ ഐ ഈക്വൽ ടു CI എന്നാണ് നമ്മളിപ്പോൾ ഡിഫൈൻ ചെയ്തത്, നമുക്ക് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ അതൊരു സീറോ ഫങ്ഷണൽ ആണെങ്കിൽ CIൻ്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെഴുതാം? C1 F1 പ്ലസ് C2 F2 പ്ലസ് എക്സെട്ര Cn Fn ഈക്വൽ ടു 0 എന്ന് എഴുതാം. കാരണം എല്ലാ CIസും 0 ആണ്. അപ്പോൾ C1 0 കിട്ടും, C2 0 കിട്ടും, എല്ലാം 0 ആണ്. അതിൻ്റെ അർത്ഥം എന്താ?
നമ്മൾ C1F1 പ്ലസ് C2F2 പ്ലസ് എക്സെട്ര CNFN ഈക്വൽ ടു 0 ആണെങ്കിൽ എല്ലാ CIസും 0 ആയതുകൊണ്ട് F1 F2 എക്സെട്ര FN എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ഓക്കെ, ഇനി നമുക്കറിയാം വിയുടെ ഡയമെൻഷനും വി സ്റ്റാറിൻ്റെ ഡയമെൻഷനും n ആണെന്ന് അറിയാം. ഓക്കെ, അപ്പോൾ ഈ F1 F2 എക്സെട്ര FN എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് കിട്ടി. ഇനി എഫ് ഓഫ് ആൽഫ ഐ എന്നുള്ള എലമെൻറ്റിനെ നമുക്ക് C1F1 പ്ലസ് C2F2 പ്ലസ് എക്സെട്ര CNFN എന്ന് പറഞ്ഞ് അങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. സ്പാൻ ആയിട്ടാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓൾറെഡി സ്പാൻ ആണ്, ലീനിയർലി ഇൻഡിപെൻഡൻറ്റും ആണ്. അപ്പോൾ നമുക്കത് ബേസിസ് ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ബി സ്റ്റാർ ഈസ് എ ബേസിസ് ഫോർ വി സ്റ്റാർ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, കാരണം എന്താ വെച്ചാൽ എഫിനെ നമ്മൾ എങ്ങനെയാണ് എഴുതിയത്? C1F1 പ്ലസ് C2F2 പ്ലസ് എക്സെട്ര CNFN എന്ന് നമുക്ക് എഴുതാൻ പറ്റുന്നുണ്ട്. എഫ് ഓഫ് ആൽഫ ഐ എന്നുള്ളത് CI ആണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എഫിനെ നമുക്ക് എങ്ങനെ എഴുതാം? C1 എന്നുള്ള സ്ഥലത്ത് നമുക്ക് എന്ത് കൊടുക്കാം? C1 എന്നുള്ള സ്ഥലത്ത് എഫ് ഓഫ് ആൽഫ 1 ഇൻറ്റു F1 പ്ലസ് C2ൻ്റെ സ്ഥലത്ത് എന്ത് കൊടുക്കാം? എഫ് ഓഫ് ആൽഫ 2 F2 പ്ലസ് എക്സെട്ര എഫ് ഓഫ് ആൽഫ n FN. അപ്പോൾ എഫിനെ നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഇസ് ഈക്വൽ ടു സിഗ്മ എഫ് ഓഫ് ആൽഫ ഐ ഇൻറ്റു FI എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് F1 F2 എക്സെട്ര FN ആണ് ബി സ്റ്റാറിലെ എലമെൻറ്റ്സ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോർഡിനേറ്റ് മെട്രിക്സ് എന്താ വരിക? ഇതിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് കോർഡിനേറ്റ് മെട്രിക്സ് കിട്ടി. ഇങ്ങനെയാണ് സമേഷൻ എഴുതിയെങ്കിൽ FIൻ്റെ ടേംസിൽ ഈ ഒരു ടേം ആണ് അതിൻ്റെ കോർഡിനേറ്റ്സ് വരിക. ഓക്കെ, അപ്പോൾ എഫ് വിത്ത് റെസ്പെക്ട് ടു ബി സ്റ്റാർ എഴുതുമ്പോൾ അത് കോളമാക്കി എഴുതുമ്പോൾ എന്താ കിട്ടുക? എഫ് ഓഫ് ആൽഫ 1 എഫ് ഓഫ് ആൽഫ 2 എക്സെട്ര എഫ് ഓഫ് ആൽഫ n എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അതുപോലെ ആൽഫ എന്നുള്ളത് വിയിലെ ഒരു എലമെൻ്റ് ആണെന്ന് എടുക്കും. വിയിലെ എലമെൻ്റ് ആണെങ്കിൽ വിയുടെ ബേസിസ് ആണ് ബി എന്ന് പറയുന്നത്. ബിയിൽ ഏതൊക്കെ എലമെൻറ്റ്സ് ഉള്ളത്? ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ n എന്നുള്ള എലമെൻറ്റ്സ് ഉണ്ട്. ആൽഫേനെ നമുക്ക് എങ്ങനെ എഴുതാം? x1 ആൽഫ 1 പ്ലസ് x2 ആൽഫ 2 പ്ലസ് എക്സെട്ര xn ആൽഫ n എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ FI ഓഫ് ആൽഫ എന്താണ് വരിക? FI ഓഫ് ആൽഫയ്ക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? x1 ആൽഫ 1 പ്ലസ് x2 ആൽഫ 2 പ്ലസ് എക്സെട്ര xn ആൽഫ n എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ലീനിയർ ആയതുകൊണ്ട് നമുക്ക് എന്ത് കൊടുക്കാം? ഓരോ കേസ് FIക്ക് 1 2 3 എക്സെട്ര n വാല്യൂസ് കൊടുക്കുമ്പോൾ എന്താ വരിക? F1 x1 ആൽഫ 1 പ്ലസ് F2 x2 ആൽഫ 2 പ്ലസ് എക്സെട്ര FN xn ആൽഫ n എന്നാണ് നമ്മൾ കൊടുക്കേണ്ടി വരിക. ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ XI ഇൻറ്റു എഫ് ലീനിയർ ആയതുകൊണ്ട് XIനെ ഔട്ട് സൈഡ് എടുക്കാം. XI ഇൻറ്റു FI ഓഫ് ആൽഫ ഐ എന്ന് നമുക്ക് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ XI ഇൻറ്റു FI ഓഫ് ആൽഫ ഐ ഓൾറെഡി നമ്മൾ ഡെൽറ്റ IG ആണെന്ന് എഴുതിയിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഐയും ജെയും ഈക്വൽ ആകുന്ന കേസിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു XI എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ബാക്കിയെല്ലാം സീറോസ് ആണ്. അപ്പോൾ ആൽഫേനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ആൽഫ ഈക്വൽ ടു x1ന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? F1 ആൽഫ 1. കാരണം ഇവിടെ ഓൾറെഡി നമ്മൾ XI ആണെന്ന് പറഞ്ഞു. FI ഓഫ് ആൽഫ XI ആണ്. അപ്പോൾ F1 ഓഫ് ആൽഫ എന്താ വരിക? X1. അപ്പോൾ x1ന് പകരം F1 ഓഫ് ആൽഫ ഇൻറ്റു ആൽഫ 1 പ്ലസ് F2 ഓഫ് ആൽഫ ഇൻറ്റു ആൽഫ 2 പ്ലസ് എക്സെട്ര FN ഓഫ് ആൽഫ ഇൻറ്റു ആൽഫ n എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ FI ഓഫ് ആൽഫ ഇൻറ്റു ആൽഫ ഐ എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ആൽഫയുടെ കോർഡിനേറ്റ് മെട്രിക്സ് എന്താ വരിക? ആൽഫയുടെ കോർഡിനേറ്റ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ F1 വിത്ത് റെസ്പെക്ട് ടു ദ ബേസിസ് ബി F1 ഓഫ് ആൽഫ F2 ഓഫ് ആൽഫ എക്സെട്ര FN ഓഫ് ആൽഫ. അതായത് ബി സ്റ്റാർ ഈസ് കോൾഡ് ദി ഡ്യുവൽ ബേസിസ് ഓഫ് ബി എന്നാണ് നമ്മളതിനെ വിളിക്കുക. അതിൽ ഇപ്പോൾ ഡ്യുവൽ ബേസിസ് കാണാൻ പറഞ്ഞാൽ എന്ത് കണ്ടാൽ മതി? ഡ്യുവൽ ബേസിസ് എന്താ? F1 F2 എക്സെട്ര FN ആയിരുന്നു. അതെങ്ങനെയാണ് കിട്ടിയത്? കോർഡിനേറ്റ് മെട്രിക്സ് ഓഫ് ആൽഫ വിത്ത് റെസ്പെക്ട് ടു ബിയിനോട് സെയിം ആണ്. അപ്പോൾ ഡ്യുവൽ ബേസിസ് കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ആൽഫേനെ വിത്ത് റെസ്പെക്ട് ടു ബി ലീനിയർ കോമ്പിനേഷനാക്കി എഴുതി അതിൻ്റെ കോർഡിനേറ്റ്സ് കോളമാക്കി എഴുതുന്നത് തന്നെയാണ് എന്തായിട്ട് വരുന്നത്? ഡ്യുവൽ ബേസിസ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ദി ഡ്യുവൽ ബേസിസ് ഓഫ് ദി സ്റ്റാൻഡേർഡ് ബേസിസ് ഓഫ് R3. R3യിൽ നിന്ന് നമുക്ക് എന്ത് കാണണം? ഒരു എന്താ പറയുക, R3യുടെ സ്റ്റാൻഡേർഡ് ബേസിസ് എന്താണെന്ന് നമുക്കറിയാം. 1 0 0 0 1 0 0 0 1 അതാണ് സ്റ്റാൻഡേർഡ് ബേസിസ്. ഓക്കെ, അപ്പോൾ FI ഓഫ് ആൽഫ ജെ ഈക്വൽ ടു എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്? FI ഓഫ് ആൽഫ ജെ ഈക്വൽ ടു ഡെൽറ്റ IG അങ്ങനെയാണ് തിയറത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഐയും ജെയും ഈക്വൽ ആകുമ്പോൾ 1ഉം I നോട്ട് ഈക്വൽ ടു ജെ ആകുമ്പോൾ 0 ആണ്. ഇനി നമുക്ക് ബി സ്റ്റാർ കാണണം. ബി സ്റ്റാർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം F1 F2 എക്സെട്ര F3 ആണ്. അതായത് F1 ഓഫ് ആൽഫ 1 എന്താ വരിക? F1 ഓഫ് ആൽഫ 1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 ആണ്. കാരണം ഐയും ജെയും ഈക്വൽ ആണ്. അവിടെ F1 ആൽഫ 1 ഐയും ജെയും ഈക്വൽ ആണ്. അപ്പോൾ 1. F2 ആൽഫ 2 1 ആണ്. F3 ആൽഫ 3 ഒക്കെ 1 ആണെന്നറിയാം. ഇനി നമ്മൾ എന്താ വെച്ചാൽ ഡിഫൈൻ ചെയ്യണം, ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണം. എങ്ങനെയാണ് ഇവിടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്? നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണ്. എങ്ങനെ? FI ഓഫ് R3യിലെ ഒരു എലമെൻറ്റ് XYZ എന്ന് എഴുതാൻ പറ്റും. FI ഓഫ് XYZ ഈക്വൽ ടു ith എലമെൻ്റ് ആയിട്ട് നമ്മൾ ഒരു ഫംഗ്ഷൻ എടുക്കുകയാണ്. ith എലമെൻറ്റ് ഓഫ് XYZ ആയിട്ട് ഒരു ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യണം. ഓക്കെ, അങ്ങനെ നമ്മൾ എന്താ പറയുക, ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ ലീനിയർ ഫംഗ്ഷണൽ ആവണം എന്നുള്ള രീതിയിലാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ FI ഓഫ് XYZ ഈക്വൽ ടു ith എലമെൻ്റ് ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യണം. അപ്പോൾ F1 ഓഫ് XYZ എന്താ വരിക? ആദ്യത്തെ എലമെൻറ്റ് X. F2 ഓഫ് XYZ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് എലമെൻറ്റ്, അപ്പോൾ Y.
F3 ഓഫ് എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞാൽ തേർഡ് എലമെൻറ്റ്, അപ്പോൾ സെഡ്. അപ്പോൾ ആൽഫേനെ നമുക്ക് എക്സിൻ്റെയും വൈൻ്റെയും സ്റ്റാൻഡേർഡ് ബേസിസിൻ്റെ ഫോമിൽ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുക? ആൽഫ എന്ന് പറഞ്ഞാൽ എക്സ് വൈ സെഡ് ആണ്, ഒരു എലമെൻ്റാണ്, വിയിൽ ഒരു എലമെൻ്റാണ്. ആ എലമെൻറ്റിനെ നമ്മൾ ബിയുടെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യാണ്. ഓക്കെ, നമ്മൾ ആദ്യം ആൽഫ എന്നുള്ളത് എക്സ് വൈ സെഡ് ആണെന്ന് പറഞ്ഞില്ല എന്ന് തോന്നുന്നു അല്ലേ? ആൽഫ ഈക്വൽ ടു എക്സ് വൈ സെഡ് ആയിട്ടാണ് ഇവിടെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആൽഫേനെ നമുക്ക് 100ൻ്റെയും 010ൻ്റെയും 001ൻ്റെയും ടേമിൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ എങ്ങനെ എഴുതാം? എക്സ് ഇൻറ്റു 100 പ്ലസ് വൈ ഇൻറ്റു 010 പ്ലസ് സെഡ് ഇൻറ്റു 001. അപ്പോൾ ആൽഫ വിത്ത് റെസ്പെക്ട് ടു ബി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡ്യുവൽ ബേസിസ് കാണാൻ ആൽഫേനെ വിത്ത് റെസ്പെക്ട് ടു ബി എക്സ്പ്രസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ വരിക? കോർഡിനേറ്റ് മെട്രിക്സ് എക്സ് വൈ സെഡ് ആണ് വരിക, അത് തന്നെയാണ് അതിൻ്റെ ഡ്യുവൽ ബേസിസ് ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ആൽഫ ഈക്വൽ ടു നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം F1 ഓഫ് ആൽഫ 1 F2 ഓഫ് ആൽഫ 2 ഒക്കെ 1 1 ആയിരുന്നു. അപ്പോൾ ആൽഫേനെ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? F1 ഓഫ് ആൽഫ Fi ഓഫ് സിഗ്മ Fi ഓഫ് ആൽഫ ഇൻറ്റു ആൽഫ ഐ എന്ന് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റെ കോർഡിനേറ്റ് ബേസിസ് കോർഡിനേറ്റ് മെട്രിക്സ് എന്ന് പറയുന്നത് ബി സ്റ്റാർ തന്നെയാണ്, ദറ്റ് ഈസ് ഈക്വൽ ടു എക്സ് വൈ സെഡ്. അപ്പോൾ ഇത്രയും ആലോചിച്ചാൽ മതി. ആൽഫ എന്നുള്ളത് വിയിലെ ഒരു എലമെൻ്റ് ആയിട്ട് എടുക്കുക, അതിനെ സ്റ്റാൻഡേർഡ് ബേസിസിൻ്റെ ടേമിൽ എക്സ്പ്രസ് ചെയ്തിട്ട് കിട്ടുന്ന കോർഡിനേറ്റ് മെട്രിക്സ് എന്താണോ അത് തന്നെയാണ് ഡ്യുവൽ ബേസിസ് ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു സെൻറ്റൻസ് ആയിട്ട് എഴുതിയാൽ മതി, ദറ്റ് ഈസ് ഈക്വൽ ടു ആൽഫ ഈക്വൽ ടു സിഗ്മ Fi ഓഫ് ആൽഫ ഇൻറ്റു ആൽഫ ഐ എന്ന് എഴുതിയാൽ മതി. അത് ഓട്ടോമാറ്റിക്കായിട്ട് കറക്റ്റായിട്ട് വന്നോളൂ. ഓക്കെ, ഇനി ലെറ്റ് ബി ഈക്വൽ ടു 1 1 1 2 R2ലെ എലമെൻ്റ് ആണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഡ്യുവൽ ബേസിസ് കാണാനാണ് അടുത്ത ക്വസ്റ്റ്യൻ. അത് കാണാൻ എന്താ ചെയ്യേണ്ടത്? R2ലെ ഒരു റാൻഡം ആയിട്ടുള്ള ഒരു എലമെൻറ്റ് എടുക്കുന്നു, എക്സ് വൈ. R2 ആയതുകൊണ്ട് എക്സ് വൈ എന്ന് എടുക്കുന്നു. അതിനെ ഇപ്പോൾ ഗിവൺ ബേസിസ് ഏതാണ്? ബി എന്ന് പറഞ്ഞ ബേസിസ് 1 1 1 2 അതിൻ്റെ ടേമിൽ എക്സ്പ്രസ് ചെയ്യുന്നു. അപ്പോൾ എ ഇൻറ്റു 1 1 പ്ലസ് ബി ഇൻറ്റു 1 2. എന്നിട്ട് നമ്മളത് സോൾവ് ചെയ്യുന്നു. എന്നിട്ട് എയും ബിയും കണ്ടുപിടിക്കുന്നു. അപ്പോൾ എ എന്താ കിട്ടിയത്? 2x മൈനസ് വൈ എന്നും കിട്ടും. അതുപോലെ ബി എന്ന് പറഞ്ഞാൽ y മൈനസ് എക്സ് എന്നും കിട്ടും. ഓക്കെ, അപ്പോൾ ആൽഫേനെ വിത്ത് റെസ്പെക്ട് ടു ബി എങ്ങനെ എഴുതാം? 2x മൈനസ് വൈ മൈനസ് എക്സ്, അതാണ് ബി സ്റ്റാർ ആയിട്ട് വരിക. ഓക്കെ, ബി സ്റ്റാർ F1 F2 എന്ന് പറയുന്നത് എന്താ വരിക? 2x മൈനസ് വൈ മൈനസ് എക്സ്. ഇനി ഒരു റിമാർക്കായിട്ട്, എഫ് എന്ന് പറയുന്നത് ഒരു നോൺ സീറോ ലീനിയർ ഫങ്ഷണലാണ്. ദെൻ റേഞ്ച് ഓഫ് എഫ് ഇസ് എ നോൺ സീറോ സബ്സ്പേസ് ഓഫ് എഫ്. എഫ് ഒരു നോൺ സീറോ ഫങ്ഷണൽ ആണെങ്കിൽ റേഞ്ച് എഫ് എന്ന് പറയുന്നത് ഒരു നോൺ സീറോ സബ്സ്പേസ് ഓഫ് ഫീൽഡിൻ്റെ തന്നെ ഒരു സബ്സ്പേസ് ആയിരിക്കും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡയമെൻഷൻ ഓഫ് എഫ് എന്ന് പറയുന്നത് 1 ആണ്. അതെങ്ങനെ കിട്ടിയത്? എഫിൻ്റെ ബേസിസ് എന്ന് പറയുന്നത് സെറ്റ് 1 ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബേസിസ് 1 ആണെങ്കിൽ അതിലൊരു എലമെൻറ്റേ ഉള്ളൂ, അതായത് ഡയമെൻഷൻ 1 ആണ് വരിക. അതുകൊണ്ട് റേഞ്ച് സ്പേസിൻ്റെ ഡയമെൻഷനും റാങ്കും എന്ത് തന്നെയാണ് വരിക? 1 തന്നെയാണ് വരിക. ഓക്കെ, അപ്പോൾ റാങ്ക് ഓഫ് എഫ് എന്ന് പറയുന്നത് 1 തന്നെയാണ്. ഇനി നമുക്ക് റാങ്ക് നള്ളിറ്റി തിയറം വെച്ചിട്ട് ഡയമെൻഷൻ ഓഫ് വി n ആണെങ്കിൽ നള്ളിറ്റി എന്താ വരിക? നമുക്ക് റാങ്ക് നള്ളിറ്റി തിയറം എന്താ പഠിച്ചേക്കുന്നത്? റാങ്ക് ടി പ്ലസ് നള്ളിറ്റി ടി ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് വി എന്നാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ നള്ളിറ്റി ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് വി മൈനസ് റാങ്ക്. അപ്പോൾ ഡയമെൻഷൻ n ആണെങ്കിൽ n മൈനസ് 1 ആയിരിക്കും നള്ളിറ്റി വരിക. ഓക്കെ.